ഇന്ത്യയിൽ ഇടതുപക്ഷ ഭരണം സമ്പൂർണ്ണമായും പോയിരിക്കുകയാണ്. കേരളത്തിലടക്കം ഇടതുപക്ഷ ഭരണം അവസാനിച്ചതോടുകൂടി എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ കുറച്ചധികം ഹാപ്പി ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അത് നമ്മുടെ രാജ്യത്തല്ല, അമേരിക്കയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യം പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷ സർക്കാരില്ല. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഇപ്പോൾ കേരളത്തിലെ 6 പതിറ്റാണ്ട് നീണ്ട ആധിപത്യം അവസാനിച്ചു. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഒരു അമേരിക്കൻ വിദഗ്ധൻ ഇതിനെക്കുറിച്ച് സുപ്രധാന പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വോട്ടർമാരെ അദ്ദേഹം വളരെയധികം പ്രശംസിച്ചു. മറുവശത്ത് അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളെ വിഡ്ഢികളെന്ന് വിളിക്കുകയും ചെയ്തു. ഒരു അമേരിക്കൻ OBC അനലിസ്റ്റ് എന്ന നിലയിൽ സ്റ്റാർക്ക് ഡോബോളിൻസ് ഇന്ത്യൻ വോട്ടർമാരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കി. അമേരിക്ക അതിന്റെ നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും ഫെഡറൽ കോൺഗ്രസിൽ പോലും ഇടതുപക്ഷക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാം എല്ലാവരും വളരെ വിഡ്ഢികളാണ്. കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF 140-ൽ 103 സീറ്റുകൾ നേടി. ഇടതു സഖ്യമായ LDFന് 35 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. BJP 3 സീറ്റുകളും നേടി. ഈ ജനവിധിയുടെ ഇടതുപക്ഷത്തിന്റെ അവസാന കോട്ടയും തകർന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷ സർക്കാർ ഇല്ലാത്ത ഒരു സാഹചര്യം സംജാതമായി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPIM-ന്റെ നിരവധി മുതിർന്ന നേതാക്കൾക്ക് കടുത്ത പോരാട്ടമാണ് നേരിടേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.